എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ ആരുടെ ഇടയിൽ ക്രൂശിച്ചു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലൂടെ ശ്രവിക്കാം. ലൂക്കോസ് 23:33. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. ഈ വാക്യം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഭാഗമാണ്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തോടടുത്തുള്ളതാണ്. യേശുവിൻ്റെ വിചാരണ, റോമൻ ഗവർണർ പൊന്തിയോസ് പീലാത്തോസിൻ്റെ ശിക്ഷാവിധി, ക്രൂശിക്കപ്പെടുവാനുള്ള അവൻ്റെ യാത്ര എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നു. പരമ്പരാഗതമായി ഗോൽഗോഥ അല്ലെങ്കിൽ തലയോട്ടി എന്ന് വിളിക്കപ്പെടുന്നു. യേശു തൻ്റെ വിധിക്കപ്പെട്ട സ്ഥലത്തെത്തുകയും രണ്ട് കുറ്റവാളികൾക്കിടയിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന നിമിഷത്തെക്കുറിച്ച് ഈ വാക്യം വിവരിക്കുന്നു. തലയോട്ടി എന്ന പദം യേശുവിൻ്റെ ക്രൂശിച്ച സ്ഥലത്തിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്നു. യെരുശലേമിലെ നഗരമതിലുകൾക്കപ്പുറത്തുള്ള ഒരു വധശിക്ഷാ സ്ഥലമായിരുന്നു ഗോൽഗോഥ. സാധാരണമായി പൊതുവധശിക്ഷകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് കുറ്റവാളികളോടൊപ്പം യേശുവിനെ ക്രൂശിച്ചു എന്ന വസ്തുത യെശയ്യാവ് 53:3 പ്രവചനം നിറവേറ്റുന്നു. അതിൽ മെശിഹ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യും. കൂടാതെ യേശുവിനെ പാർശ്വീകരിക്കപ്പെട്ടവരുടെയും അപലപിക്കപ്പെട്ടവരുടെയും മധ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നു. കുറ്റവാളികളുമായി യേശുവിനെ ജോഡിയാക്കുന്നു. മനുഷ്യരാശിക്കു വേണ്ടി അവൻ ഇറങ്ങിത്തിരിച്ച ആഴത്തെ ഊന്നിപ്പറയുന്നു. അവൻ പാപമില്ലാത്തവനായിരുന്നെങ്കിലും പാപികൾ എന്ന് കരുതപ്പെടുന്നവരുമായി അവനെ യോജിപ്പിച്ചു. പാപരഹിതനായ ദൈവപുത്രനായ യേശു ഒരു കുറ്റവാളിയായി വിധിക്കപ്പെടുന്നു. സുവിശേഷ വിവരണത്തിലെ അഗാധമായ വിരോധാഭാസമാണ് അത്. അവൻ്റെ ത്യാഗത്തിൻ്റെ വ്യാപ്തിയും ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനുള്ള അവൻ്റെ സന്നദ്ധതയെയും പ്രകടമാക്കുന്നു. രണ്ട് കുറ്റവാളികളും അവരുടെ കുറ്റകൃത്യങ്ങൾക്കായി ന്യായമായ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവൻ ചെയ്യാത്ത പാപങ്ങൾക്ക് യേശു ക്രൂശിക്കപ്പെടുകയാണ്. കുറ്റവാളികളോടൊപ്പമുള്ള അവൻ്റെ ക്രൂശീകരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിൻ്റെ അരികിലുള്ളവരെയും പരിപാലിക്കാനും തിരിച്ചറിയാനും നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടപ്പാടുകളുടെ മുഖത്ത് നമ്മുടെ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇരുളടഞ്ഞ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യാശയും വീണ്ടെടുപ്പും നൽകാൻ യേശുവിന് കഴിയുമെന്ന് കുരിശുമരണം നമുക്ക് ഉറപ്പ് നൽകുന്നു. കുരിശിനെ ഉയർത്തുവാൻ ക്രിസ്തു ഇറങ്ങിപ്പോയ ആഴം നാം ഒരിക്കലും മറക്കാതിരിക്കട്ടെ. സ്നേഹപിതാവേ, അവിടുത്തെ ത്യാഗത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിച്ചും കുരിശിൻ്റെ വഴി സ്വീകരിച്ചും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.